എടാ അപ്പോൾ നമ്മൾ +2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ അല്ലേ. ആ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടല്ലോ. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, റിലേഷൻ എന്നും ഫങ്ഷൻ എന്നും. അപ്പോൾ അതിൻ്റെ അകത്തെ റിലേഷൻസ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളാം, റിലേഷൻസ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, എന്താണ് റിലേഷൻസ് അല്ലെങ്കിൽ എന്താണ് റിലേഷൻ എന്ന് നമുക്കൊന്ന് ബേസിക് ആയിട്ട് അറിയണം. ഇത്രേ ഉള്ളൂ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളടാ. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, 1 2 3. ബി എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് ഉണ്ട്, ഇതേ നോക്കിയേ, 4 5. നമുക്കറിയാവുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, +1 പഠിച്ച എ ക്രോസ് ബി എഴുതുന്നത്. എങ്ങനെയായിരുന്നു എ ക്രോസ് ബി എഴുതുന്നത്? എയും ബിയും തമ്മിൽ കണക്ട് ചെയ്ത് എഴുതാം. 1ഉം 4ഉം തമ്മിൽ, 1ഉം 5ഉം തമ്മിൽ, 2ഉം 4ഉം തമ്മിൽ, 2ഉം 5ഉം തമ്മിൽ, 3 4 3 5. ഇങ്ങനെ ഒരു സെറ്റിൻ്റെ അകത്ത് ഓർഡേർഡ് പെയറാക്കി എഴുതി കഴിഞ്ഞാൽ 1 4 1 5, പിന്നെ ഏതാണ് 2 4 2 5 3 4 3 5. ഇതാണ് എ ക്രോസ് ബി. ഈ എ ക്രോസ് ബിയുടെ അകത്തുനിന്ന് ഏതെങ്കിലും എലമെന്റ് ഈ എ ക്രോസ് ബിയുടെ അകത്തുള്ളവരായിരിക്കണം. ഇപ്പൊ എ ക്രോസ് ബിയുടെ അകത്തുനിന്ന് ഞാൻ 1 5 എടുത്ത് എഴുതി, പിന്നെ ഏതാണ് 2 4 എടുത്ത് എഴുതി, പിന്നെ ഏതെഴുതി 3 4 എടുത്തെഴുതി. ഇത് മാത്രം ഞാൻ എടുത്തെഴുതി ഒരു സെറ്റാക്കി. എന്താണ് ഇതിന് എ ക്രോസ് ബിയുടെ അകത്തുനിന്ന് ഞാൻ കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തെഴുതി. ഈ എ ക്രോസ് ബിയുടെ അകത്തുനിന്ന് കുറച്ച് ആൾക്കാരെ മാത്രം എഴുതുന്നതിനെയാണ് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനാണ് എന്ന് പറയുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ക്രോസ് ബിയുടെ അകത്തുനിന്ന് എടുത്തെഴുതുന്ന ചെറിയ ചെറിയ സെറ്റുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കുറച്ചുകൂടി പറയാം, ഈ എ ക്രോസ് ബിയുടെ അകത്തുനിന്ന് എടുത്തെഴുതുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഈ എ ക്രോസ് ബിയുടെ അകത്തുനിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന കുറച്ച് 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 എലമെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ, ഒരു റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് പിയിൽ നിന്ന് ക്യൂവിലേക്കാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അത് പി ക്രോസ് ക്യൂവിൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റുകളാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതുപോലെ ഞാൻ വേറൊരു റിലേഷൻ പറയുവാണ്, എമ്മിൽ നിന്നും എന്നിലേക്കാണ്. അപ്പോൾ അത് എം ക്രോസ് എന്നിൽ നിന്നും, അതായത് എമ്മും എന്നും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ അകത്തുനിന്ന് വരുന്ന എലമെൻ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നോക്കിയേ, ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് വേറൊരു റിലേഷൻ പറയുവാണ്. അതെ, ഇത് R1 എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ആണെന്ന് വിചാരിച്ചു. ഞാൻ R2 എന്ന് പറയുന്ന വേറൊരു റിലേഷൻ പറയുവാണ്. നോക്കിയേ, 1 4 2 4. നോക്ക്, ഇതിൻ്റെ അകത്തുനിന്നുള്ളവരാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതൊരു റിലേഷൻ അല്ലേ? ആണ്. സിമ്പിൾ പരിപാടി കേട്ടല്ലോ. ഇതൊരു റിലേഷനാണ്. ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടുന്ന് അങ്ങോട്ടാണ്? എയിൽ നിന്ന് ബിയിലേക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേ 1 4 ഇതിൻ്റെ അകത്തുള്ളതാണ്, 2 4 ഇതിൻ്റെ അകത്തുള്ളതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. നോക്ക്, നേരത്തെ പറഞ്ഞ പോലെ 1 2 3. എടാ ബി എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, 4 5. അല്ലേ വേണ്ട, 5 6 എടുക്കാം. 5 6. ഞാൻ ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ റിലേഷൻ ഞാൻ ഇങ്ങനെ എഴുതി, R = അപ്പോൾ എ ക്രോസ് ബിയുടെ അകത്തുനിന്ന് തന്നെ ആളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചോ, 1 5 2 5 2 6. ഇത് റിലേഷൻ അല്ലേ? റിലേഷനാണ്. ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് എഴുതിയേക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ്റെ ഡൊമൈൻ എന്താണെന്ന് ചോദിക്കൂടാ. ശ്രദ്ധിച്ചോളണം, ഈ റിലേഷൻ്റെ ഡൊമൈൻ എന്താണെന്ന് ചോദിക്കും. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ്റെ ഫസ്റ്റ് എലമെൻറ്റുകളുടെ മാത്രം സെറ്റ്. ഇവിടെ 1 ഉണ്ട്, എഴുതി. ഇവിടെ 2 ഉണ്ട്, എഴുതി. ഇവിടെ വീണ്ടും 2 ആണ്, അപ്പോൾ എഴുതണ്ട. ഈ ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മളോട് ചോദിക്കും, ഇതിൻ്റെ റേഞ്ച് എന്താണെന്ന് ചോദിക്കും. റേഞ്ച് എങ്ങനെ പറയും? സെക്കൻഡ് എലമെൻറ്റുകളുടെ സെറ്റ്. സെക്കൻഡ് എലമെൻറ്റുകൾ ആരൊക്കെയാടാ? 5 ഉണ്ട്, പിന്നെ ആരണ്ടാ? 6 ഉണ്ട്. ഇത്രേ ഉള്ളൂ. സെക്കൻഡ് എലമെൻറ്റുകളുടെ സെറ്റാണ് റേഞ്ച്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് എന്താണ്? കോഡൊമൈൻ. എന്താണ് കോഡൊമൈൻ? എന്താണെന്ന് ചോദിക്കും. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ എവിടുന്ന് എങ്ങോട്ടാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ബിയിലേക്കാണ്. ആ സെറ്റ് കംപ്ലീറ്റ് ആണ് കോഡൊമൈൻ. ഒന്നെങ്കിൽ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ആ സെറ്റ് എടുത്ത് എഴുതിക്കോ, 5 6. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റുകളുടെ സെറ്റ്, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ്. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്, ഈ റിലേഷൻ തന്നെ കുറച്ച് ടൈപ്പ് ഉണ്ട്. പ്രധാനമായിട്ടും 3 ടൈപ്പ് റിലേഷനാണുള്ളത്. ഒന്ന് റിഫ്ലക്സീവ്. എന്താണ്? റിഫ്ലക്സീവ്. 2 സിമെട്രിക്. എന്താണ്? സിമെട്രിക്.
3 ട്രാൻസിറ്റീവ്. എന്താണ്? ട്രാൻസിറ്റീവ്. ഇത് 3മാണ് നമുക്ക് പഠിക്കേണ്ടത്. ഏതാണ്? റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളണം. റിഫ്ലക്സീവ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിളാണ്. അത് ഇവിടെ നോക്കൂ. ഞാൻ എ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഡിഫൈൻ എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3ൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുവാണ്. എന്ന് പറഞ്ഞാൽ ആ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് നേരത്തെ എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് പറഞ്ഞ പോലെ ഇത് എയിൽ നിന്ന് എയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ എ ക്രോസ് എയുടെ അകത്തെ എലമെൻറ്റ് വേണം വരാൻ. ആ ഒരു റിലേഷൻ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. R = 1 1 1 2 2 2 3 3. ഇത് നമ്മളോട് റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഡിഫൈൻ ചെയ്ത സെറ്റിലേക്കാണ് നോക്കേണ്ടത്. A = 1 2 3ലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എയിൽ 1 2 3 3 എലമെൻ്റാണുള്ളത്. അവിടെ നമ്മൾ നോക്കേണ്ടത് ഈ 1 2 3യുടെ എല്ലാത്തിൻ്റെയും സെയിം പെയർ ഉണ്ടോ എന്ന് നോക്കുക. എന്താണ്? സെയിം പെയർ എല്ലാവരുടെയും വേണം. 1 ഉള്ളത് കാരണം 1 1 ഉണ്ടായിരിക്കണം, 2 ഉള്ളത് കാരണം 2 2 ഉണ്ടായിരിക്കണം, 3 ഉള്ളത് കാരണം 3 3 ഉണ്ടായിരിക്കണം. ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? സെയിം പെയർ ഉണ്ടോ എന്ന് നോക്കി വെച്ചാൽ മതിയടാ. നോക്ക്, 1 ഉള്ളത് കാരണം 1 1 ഉണ്ടോ? ഉണ്ട്. 2 ഉള്ളത് കാരണം 2 2 ഉണ്ടോ? 2 2 ഉണ്ട്. 3 ഉള്ളത് കാരണം 3 3 ഉണ്ടോ? 3 3 ഉണ്ട്. അപ്പോൾ അവർ 3 പേരും ഉണ്ട്. 3 പേരും ഉണ്ടെങ്കിൽ റിഫ്ലക്സീവ് ആണ്. കേട്ടല്ലോ? ഇതേ വേറൊരെണ്ണം പിടി. ഞാൻ ഇതിൻ്റെ തന്നെ വേറൊരു റിലേഷൻ എഴുതുവാണ്. ഇതേ ശ്രദ്ധിച്ചോ. 1 1 2 2 2 3. ഇത് റിഫ്ലക്സീവ് ആണോ? നിങ്ങൾ തന്നെ നോക്കി പറ. 1 ഉണ്ട്, 1 1 ഉണ്ട്, 2 ഉണ്ട്, 2 2 ഉണ്ട്, 3 ഉണ്ട്, പക്ഷെ 3 3 ഇല്ല, 3 3 ഇല്ല. അപ്പോൾ ഇത് റിഫ്ലക്സീവ് റിലേഷൻ ആണോ? അല്ല, റിഫ്ലക്സീവ് റിലേഷൻ അല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ റിഫ്ലക്സീവ് ആണോ നോക്കാൻ സെറ്റിലേക്കാണ് നോക്കേണ്ടത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും സെയിം എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ റിഫ്ലക്സീവ്, അല്ലെങ്കിൽ റിഫ്ലക്സീവ് അല്ല. സിമ്പിൾ പരിപാടി അല്ലേ? ഇനി ഈ റിഫ്ലക്സീവ് ആണെങ്കിലില്ലേ, ഇവിടെ നോക്കി, ഇത് റിഫ്ലക്സീവ് ആണല്ലോ. റിഫ്ലക്സീവ് ആണെങ്കിൽ അതിൻ്റെ റീസൺ എങ്ങനെ എഴുതും? സിമ്പിളാണ്. അതൊരു കണ്ടീഷനാണ്. അത് പഠിച്ചു വെച്ചോളാം. സിമ്പിളാണ്. നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, എ അതായത് സെയിം എലമെൻ്റ് ഉണ്ടാവും. എവിടെ? റിലേഷനിൽ. എ എലമെൻ്റ് ഓഫ് ആർ. എന്താണ്? എല്ലാ എകൾക്കും. എ എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ ഒരു എലമെൻ്റ് ആണെന്ന് വിചാരിച്ചോ. എ ഉണ്ടാവുമെന്നേ. എന്തിന്? എല്ലാ എകൾക്കും. ഫോർ ഓൾ എ എലമെൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റുകൾക്കും എ ഉണ്ടാവും, സെയിം പെയർ ഉണ്ടാവും. ഇത് പഠിക്കേണ്ട സാധനമാണ്. സിമ്പിളാണ്. ഇതാണ് എന്ത്? റിഫ്ലക്സീവിൻ്റെ കണ്ടീഷൻ. നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി ഇത് റിഫ്ലക്സീവ് അല്ലല്ലോ. നോക്ക്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 3 3 ഇല്ല. അപ്പോൾ ഇത് റിഫ്ലക്സീവ് അല്ല. അപ്പോൾ നമ്മൾ എന്തെഴുതും? 3 3 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ, ദെയർഫോർ നോട്ട് റിഫ്ലക്സീവ്. സിമ്പിൾ അല്ലേ? ദെയർഫോർ നോട്ട് റിഫ്ലക്സീവ്. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തേലേക്ക് പോവുകയാണ്. ഏതാണ്? സിമെട്രിക്. രണ്ടാമത്തേത് എന്താണ്? സിമെട്രിക്. ഓർത്തിരുന്നോളണം. സിമെട്രിക് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എന്താണ് സിമെട്രിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു. 1 2 3. ഞാൻ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. ഓക്കെ, എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് ഞാൻ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്. നോക്കിയേ, 1 1 1 2 2 2 3 3 2 1. ഇങ്ങനെ ഒരു റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇങ്ങനെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ട് ഇത് സിമെട്രിക് ആണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാൻ നമ്മൾ സെറ്റിലല്ലേ നോക്കിയത്. പക്ഷേ സിമെട്രിക് ആണോ എന്ന് നോക്കാൻ നമ്മൾ ഈ റിലേഷൻ്റെ അകത്തേക്കാണ് നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കണ്ട, റിലേഷൻ്റെ അകത്തേക്ക് നോക്കിയാൽ മതി. റിലേഷൻ്റെ അകത്തേക്ക് നോക്കിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ റിലേഷൻ്റെ അകത്തേക്ക് 5 6 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. അതിൻ്റെ അകത്ത് 5 6 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചിടുന്ന 6 5 ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. നോക്ക്, ഇപ്പോൾ 2 3 ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 2 3 ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ. 2 3 ഉണ്ടെങ്കിൽ 2 3 തിരിച്ചിടുന്ന എന്തുണ്ടായിരിക്കണം? 3 2 ഉണ്ടായിരിക്കണം. അതുപോലെ 1 5 ഉണ്ടെന്ന് വിചാരിച്ചോ. 1 5 ഉണ്ടെങ്കിൽ 1 5 തിരിച്ചിടുന്ന എന്തുണ്ടായിരിക്കണം? 5 1 ഉണ്ടായിരിക്കണം. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? അത് ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റുകൾക്കും നോക്കണം. നോക്ക്, ഇത് സെയിം അല്ലേടാ, ഇത് സെയിം അല്ലേ? 1 1 തിരിച്ചിട്ടാലും 1 1 ആണ്, നിങ്ങൾ നോക്കണ്ട. അതുപോലെ 2 2 കിടപ്പുണ്ട്, അത് തിരിച്ചിട്ടാലും 2 2 ആണ്, നിങ്ങൾ നോക്കണ്ട. 3 3 കിടപ്പുണ്ട്, തിരിച്ചിട്ടാലും 3 3 ആണ്,
നിങ്ങൾ നോക്കണ്ട. ഇവിടെ നോക്ക്, ഇവിടെ 1 2 കിടപ്പുണ്ട് അല്ലേടാ, 1 2 കിടപ്പുണ്ട്. അത് തിരിച്ചിടുന്ന ആരുണ്ടായിരിക്കണം? 2 1 ഉണ്ടായിരിക്കണം. തിരിച്ചിടുന്ന 2 1 ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും നോക്കുമ്പോഴും തിരിച്ചിടുന്ന ആൾക്കാർ ഇവിടെ കിടപ്പുണ്ട് ആണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും നോക്കിയാലും തിരിച്ചിടുന്ന ആൾക്കാർ കിടപ്പുണ്ടെങ്കിൽ ഇതെന്താടാ? ഇത് സിമെട്രിക് ആണ്. ഇതെന്താണ്? സിമെട്രിക് ആണ്. അപ്പോൾ തിരിച്ചിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താണ്? സിമെട്രിക് ആണ്. അപ്പോൾ ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെ എഴുതും? നേരത്തെ പറഞ്ഞ പോലെ ആ കണ്ടീഷൻ ഒന്ന് പഠിച്ചിരിക്കണം. നോക്കിയേ, നമ്മൾ പറയുന്ന ഇത്രേ ഉള്ളൂ. AB എന്ന് പറയുന്ന ഒരാൾ റിലേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ്? AB ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് തിരിച്ചിടുന്ന ആരുണ്ടായിരിക്കണം? BA Rൽ ഉണ്ടായിരിക്കണം. ഇത്രേ ഉള്ളൂ. ഈ എയും ബിയും എവിടെയുള്ള ആൾക്കാരാണ്? എയും ബിയും നമ്മുടെ സെറ്റ് എയിലെ ആൾക്കാരായിരിക്കണം. ഇത്രേ ഉള്ളൂ. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഒരു റിലേഷൻ സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു റിലേഷൻ പറയുവാണ്. R2 1 2 2 1 3 2. ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കി പറഞ്ഞേ. സിമ്പിൾ അല്ല, റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് ആണോ എന്ന് നോക്കി പറഞ്ഞേ. സിമെട്രിക് ആണോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? സിമ്പിൾ അല്ലേ. ഇതേ നോക്കിടാ, 1 2 ഉണ്ട്, അപ്പോൾ തിരിച്ചിടുന്ന 2 1 ഉണ്ടായിരിക്കണം. 1 2 ഉണ്ട്, 1 2 തിരിച്ചിടുന്ന 2 1 ഉണ്ട്. ഓക്കെ. ഇതേടാ 3 2 ഉണ്ട്, 3 2 തിരിച്ചിടുന്ന 2 3 ഉണ്ടായിരിക്കണം. ഉണ്ടോ? ഇല്ല. ഇനി ഇതുണ്ടെന്നും പറഞ്ഞ് സിമെട്രിക് ആവോ? ഇല്ല, എല്ലാവർക്കും വേണം. 3 2 ഉണ്ട്, 2 3 ഇല്ല, അപ്പോൾ ഈ സിമെട്രിക് ആണോ? അല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നോട്ട് സിമെട്രിക്. എന്താണ്? സിമെട്രിക് അല്ല. റീസൺ എന്തെഴുതും? 3 2 ഉണ്ട്, 3 2 ഇവിടെ കിടപ്പുണ്ടല്ലേ, പക്ഷെ ആരില്ലടാ? 2 3 ഇല്ല. 2 3 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ നോക്കേണ്ട മനസ്സിലായല്ലോ. എഴുതുന്നൊക്കെ രണ്ടാമത്തെ കാര്യം. നോക്കേണ്ട മനസ്സിലായല്ലോ. 1 2 ഉണ്ട്, 2 1 ഉണ്ട്, എല്ലാവരും തിരിച്ചിടുന്നവരുണ്ട്, അപ്പോൾ സിമെട്രിക്. ഇവിടെ 1 2 ഉണ്ട്, 2 1 ഉണ്ട്. ഓക്കെ. 2 3 2 ഉണ്ട്, പക്ഷെ 2 3 ഇല്ല, തിരിച്ചിടുന്ന ആളില്ല. തിരിച്ചിടുന്ന ആളില്ലെങ്കിൽ എന്താണ്? സിമെട്രിക് അല്ല. ഓക്കെ അല്ലേ? സിമ്പിൾ പരിപാടി. രണ്ടാമത്തതും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? റിഫ്ലെക്സീവും പഠിച്ചു, സിമെട്രിക്കും പഠിച്ചു. മൂന്നാമത്തെ ആളാരാണ്? ട്രാൻസിറ്റീവ്. പഠിക്കാൻ പോവുകയാണ്. സിമ്പിൾ. മൂന്നാമത്തെ ആളാരാണ്? ട്രാൻസിറ്റീവ്. എന്താണ് ട്രാൻസിറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സിമ്പിളാണ്. നമുക്ക് ഇത് വെച്ച് തന്നെ പറയാം. A = 1 2 3. അടുത്തത് നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തുന്നത് എയിൽ നിന്ന് എയിലേക്കാണ്. ഞാൻ റിലേഷൻ എഴുതുന്നത് ഇങ്ങനെയാണെന്ന് നോക്കിയേ. 1 1 ഉണ്ട്, 2 3 ഉണ്ട്, 3 1 ഉണ്ട്, 2 1 ഉണ്ട്. ഇങ്ങനെ ഒരു റിലേഷൻ ഞാൻ എഴുതി. ഓക്കെ അല്ലേ? ഇത് റിലേഷൻ അല്ലേ? എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റുകളാണ്. പുറത്തുനിന്ന് ഞാനൊന്നും എടുത്തിട്ടില്ല. ഇനി നമ്മളോട് ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇതൊന്നും നോക്കിയാൽ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഒരു റിലേഷൻ്റെ അകത്ത് ഇവിടെയും നോക്കേണ്ടത് സെറ്റിലല്ല, റിലേഷൻ്റെ അകത്താണ് ട്രാൻസിറ്റീവ് നോക്കേണ്ടത് കേട്ടോ. സെറ്റ് ഒന്നും നിങ്ങൾ നോക്കിയേ പോലും വേണ്ട, റിലേഷൻ്റെ അകത്താണ് നോക്കേണ്ടത്. നോക്ക്, 5 6 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. 5 6 എന്ന് പറയുന്ന ഒരാൾ റിലേഷൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇനി 5 6 ഉണ്ട്, ഈ 6-ലല്ലേ ഇവൻ അവസാനിക്കുന്നത്? 6-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. 6-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 8 ഉണ്ടോ എന്ന് നോക്കണം. ഇനി 6-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ നോക്കണ്ട. 6-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 6-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആദ്യത്തെ ആളും ഈ ഇവിടുത്തെ അവസാനത്തെ ആളും, അതായത് 5 8 ഉറപ്പായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ്. കേട്ടല്ലോ? അങ്ങനെ ഇല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. അതുപോലെ ഞാൻ നിങ്ങളോട് പറയാണ്, എടാ 3 2 ഉണ്ട്, 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ വേണം. അപ്പോൾ 2 1 ഉണ്ട്, എടാ അപ്പോൾ ആരുണ്ടായിരിക്കണോടാ? 3 1 ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇനി 5 7 ഉണ്ട്, അപ്പോൾ 7-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും വേണ്ടേ? 7 9 ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ ആരുണ്ടായിരിക്കണോടാ? 5 9 ഉണ്ടായിരിക്കണം. ഇത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിയപ്പോൾ 5 8 ഉണ്ട്, എടാ 8-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരുമില്ല, അപ്പോൾ നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ട്രാൻസിറ്റീവ് അല്ലെന്നല്ല, അത് ട്രാൻസിറ്റീവ് ആണ്. നമ്മൾ നോക്കണ്ട, നമുക്ക് നോക്കാനൊന്നുമില്ല, അപ്പോൾ ട്രാൻസിറ്റീവ് ആണ്. കേട്ടല്ലോ? അപ്പോൾ ശ്രദ്ധിച്ചോളാം. തുടങ്ങാം. 1 1 ഉണ്ട്, ഇത് 1-ലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ 1-ൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അപ്പോൾ നോക്കണ്ട, വിട്ട് കളഞ്ഞോ, ഒരു കുഴപ്പമില്ല. ഇവിടെ നോക്കാം, അടുത്ത് നോക്കാം. 2 3, 3-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നോക്ക്. 3 3, 3-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 1 ഉണ്ട്, അപ്പോൾ എന്തുണ്ടായിരിക്കണോടാ? 2 1 ഉണ്ടായിരിക്കണം. 2 1 ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെ ഏതെടുത്താലും നോക്കിയടാ, ഏതെടുത്താലും ഉണ്ടോ എന്ന് നോക്കണം. ഏതെടുത്താലും ഉണ്ടോ എന്ന് നോക്കണം. നോക്ക്, 2 1, 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 1 ഉണ്ട്, അപ്പോൾ അല്ല 3 1, 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 1 ഉണ്ട്, അപ്പോൾ 3 1 അതുമുണ്ട്. 2 1, 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 1 ഉണ്ട്,
അപ്പോൾ എന്താണ് 2 1 അതും ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ എല്ലാം നോക്കണം. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ്. ഇപ്പം നിങ്ങൾ ട്രാൻസിറ്റീവ് അല്ലെന്ന് പറയുവാണെന്ന് വിചാരിച്ചോ, ട്രാൻസിറ്റീവ് അല്ലെന്ന് പറയുവാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കണം. അതായത് ഇങ്ങനെ പറയണം 3 2 ഉണ്ട്, 2 1 ഉണ്ട്, 3 1 ഇല്ല എന്ന് പറയണം. അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റണുണ്ടോ ഇവിടെ? ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഇത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? സിമ്പിൾ. ഇത് ഇങ്ങനെയാണ്, നോക്കിയോ. എ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റും ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബി സി എന്ന് പറയുന്ന ഒരു എലമെൻറ്റും റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരുണ്ടായിരിക്കണോടാ? എ ബിയിൽ തുടങ്ങുന്ന ബി സി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആരുണ്ടായിരിക്കണോടാ? എ സി ഉണ്ടായിരിക്കണം അല്ലേ? എ സി എലമെൻറ്റ് ഓഫ് ആർ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാൻ വേറൊരെണ്ണം ഒരു റിലേഷൻ കൂടി എഴുതാം. ഇതിൻ്റെ R2 = ഇത് ഞാൻ ഇങ്ങനെ എഴുതുവാണ്, 1 2 2 3 1 1. ഇങ്ങനൊരു സെറ്റ് എഴുതി, ഇങ്ങനൊരു റിലേഷൻ എഴുതി. ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് വേഗം നോക്കി പറഞ്ഞ്. ട്രാൻസിറ്റീവ് ആണോ? ഇവിടെ നോക്ക്, 1 2 ഉണ്ട്, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 3 ഉണ്ട്. എന്ത് വേണം? 1 3 ഉണ്ട്. 1 3 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഇത് നോട്ട് ട്രാൻസിറ്റീവ് ആണ്, ട്രാൻസിറ്റീവ് അല്ല. ട്രാൻസിറ്റീവ് അല്ലാത്തതിന് റീസൺ എഴുതണം. എന്തെഴുതും? 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷേ എന്തില്ല? 1 3 ഇല്ല. 1 3 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എഴുതി വെച്ചാൽ ഓക്കെ ആയി. അപ്പോൾ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് മൂന്നും പഠിച്ചു കഴിഞ്ഞല്ലോ. സംശയമുള്ളവർക്ക് വേണ്ടി ഒറ്റ ക്വസ്റ്റ്യനിൽ 3 എണ്ണം. ഇവിടെ നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ A = 3 4 5. കൺസിഡർ എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ. നോക്കിയോ, ആ റിലേഷൻ തന്നിട്ടുള്ളത് ഇതാണ്. ഓക്കെ അല്ലേ? റിലേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് റിഫ്ലക്സീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് ആണോ നോക്കാൻ സെറ്റിൽ നോക്കണം. 3 3 ഉണ്ടായിരിക്കണം, 4 4 ഉണ്ടായിരിക്കണം, 5 5 ഉണ്ടായിരിക്കണം. 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഇല്ല. അപ്പോൾ റിഫ്ലക്സീവ് ആണോ? അല്ല. നോട്ട് റിഫ്ലക്സീവ്. നോട്ട് റിഫ്ലക്സീവ്. കാര്യം എന്താണ്? 5 5 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഓക്കെ, സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇനി അടുത്ത എന്താ നോക്കേണ്ടത്? സിമെട്രിക്. സിമെട്രിക് ഉള്ളത് എന്താണ്? തിരിച്ചിടുന്ന ആൾക്കാരുണ്ടായിരിക്കണം. ഈ സെയിം എലമെൻറ്റുകൾ നോക്കണമെന്നില്ല. 3 3 തിരിച്ചിട്ടാലും 3 3, 4 4 തിരിച്ചിട്ടാലും 4 4, അത് നോക്കണമെന്നില്ല. അതെ, 3 4 ഉണ്ട്. അപ്പോൾ 3 4 തിരിച്ചിടുന്ന 4 3 ഉണ്ടോ നോക്കണം. ഉണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താണ്? സിമെട്രിക് ആണ്. അപ്പോൾ നമ്മൾ എന്തെഴുതും? സിമെട്രിക്. സിമെട്രിക് ആയതുകൊണ്ട് സിമെട്രിക്കിൻ്റെ റീസൺ എന്ത് പറയും? അത് മറ്റേ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം എന്താണ്? അത് എഴുതിക്കൊള്ളണം. എ ബി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് എന്താണ്? ബി എ എലമെൻറ്റ് ഓഫ് ആർ. ഇത്രേ ഉള്ളൂ. ആണെങ്കിൽ ആ റീസൺ അങ്ങോട്ട് എഴുതി വെച്ചോളണം. നമ്മൾ കാണാതെ എന്ത് ഇതേ ബോക്സിലൊക്കെ എല്ലായിടത്തും ഇട്ട് തന്നിരിക്കുന്നില്ല ഓരോന്നിൻ്റെയും, അത് എഴുതിക്കൊള്ളണം. ഓക്കെ അല്ലേ? ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്നുമില്ല, ഇവിടെ നോക്ക്, 3 3 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 4. അപ്പോൾ എന്തുണ്ടായിരിക്കണോടാ? 3 4 ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇനി എന്താണ്? 4 4 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 3 ഉണ്ട്. അപ്പോൾ എന്തുണ്ടായിരിക്കണം? 4 3 ഉണ്ടായിരിക്കണം. അടുത്ത 4 3 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 3 4 3 ഉണ്ടായിരിക്കണം. 3 4 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 3, അപ്പോൾ 3 3 ഉണ്ടായിരിക്കണം. എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് അല്ലെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയണം. അല്ലാത്തതിന് ഒരു എക്സാമ്പിൾ ഉണ്ടോ? അല്ലാത്തതിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ട്രാൻസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റീസൺ എഴുതണം. എ ബി ബി സി എലമെൻറ്റ് ഓഫ് ആർ. എ ബിയും ബി സിയും ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടായിരിക്കണം? എ സിയും ഇതിൻ്റെ അകത്തുണ്ട്. എന്നങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. സിമ്പിൾ പരിപാടി. ഓക്കെ. ഇനി അടുത്ത ഒരു കാര്യം കൂടിയുണ്ട്. ഇതേ നോക്കിയോ, എന്താടാ? ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു റിലേഷൻ, ഏതെങ്കിലും ഒരു റിലേഷൻ, അത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് മൂന്നുമാണെങ്കിൽ, റിഫ്ലക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആണ്. ഇത് മൂന്നുമാണെങ്കിൽ അതെന്താണ്? ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ അത് ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. എന്താണ്? റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ അത് ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ചില ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കുകയുള്ളൂ. അപ്പോൾ റിഫ്ലക്സീവ് ആണോ നോക്കണം, സിമെട്രിക് ആണോ നോക്കണം, ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ഏതെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇക്വലൻസ് ആയിരിക്കില്ല.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ റിലേഷൻ്റെ ടൈപ്പ് പഠിച്ചില്ലേ? എന്തായിരുന്നു റിലേഷൻ്റെ ടൈപ്പ്? റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. അതുപോലെ ഫങ്ഷൻസിൻ്റെ കുറച്ച് ടൈപ്പ് ഉണ്ട്, അതാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളാം, 2 ടൈപ്പ് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് 1-1 ഫങ്ഷൻ. എന്താണ് 1-1 ഫങ്ഷൻ? 2 ഓൺ ടു ഫങ്ഷൻ. എന്താണ് ഓൺ ടു ഫങ്ഷൻ? ശ്രദ്ധിച്ചോളാം, 1-1 ഫങ്ഷൻ, ഓൺ ടു ഫങ്ഷൻ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, 1-1 ഫങ്ഷൻ അല്ലെന്ന് വിചാരിച്ചു. 1-1 അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? 1-1 അല്ലെന്നല്ല പറയുന്നത്, മെനി വൺ എന്ന് പറയും. എന്താണ് 1-1 അല്ല എന്നല്ല പറയുന്നത്, മെനി വൺ എന്ന് പറയും. ഇനി ഓൺ ടു അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഇൻ ടു. എന്താണ് ഓൺ ടു അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഇൻ ടു. അപ്പോൾ നമുക്ക് 2 ടൈപ്പേ പഠിക്കാനുള്ളൂ. നോക്കുമ്പോൾ 4 എണ്ണം ഉണ്ടെങ്കിലും 2 ടൈപ്പ് പഠിച്ചാൽ മതി. 1-1 ഓൺ ടു, 1-1 അല്ലെങ്കിൽ മെനി വൺ, ഓൺ ടു അല്ലെങ്കിൽ ഇൻ ടു. പഠിക്കാം. എടാ സിമ്പിളാടാ, വളരെ സിമ്പിളാണ്. എന്താണ് 1-1, എന്താണ് ഓൺ ടു എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. സിമ്പിളാണ്. ഇതേ ശ്രദ്ധിച്ചു, ഇവിടെ ഞാൻ കുറച്ച് ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ട്. എല്ലാ ഫങ്ഷനുകളും എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് വിചാരിച്ചോളാം. എല്ലാ ഫങ്ഷനുകളും എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് വിചാരിച്ചോളാം. 1-1 ആണോ ഓൺ ടു ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് സെറ്റ് മാത്രം നോക്കിയാൽ മതി. അത് റോസ്റ്റർ ഫോം തന്നാലും സെറ്റ് ബിൽഡർ ഫോം തന്നാലും ആരോ ഡയഗ്രം തന്നാലും സെക്കൻഡ് സെറ്റ് മാത്രം നോക്കിയാൽ മതി. സെക്കൻഡ് സെറ്റിലെ ശ്രദ്ധിച്ചോളാം, ഞാൻ ആദ്യം 1-1 ആണെന്ന് പറയാൻ പോവുകയാണേ. 1-1 ആണോ എന്ന് പറയാൻ പോവുകയാണ്. ഇല്ല. സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ആൾക്കാരെ നോക്കണ്ട. ആദ്യത്തെ സെറ്റ് വിട്ടുകളാ. ഇത് നോക്കണ്ട, ഇത് നോക്കണ്ട, ഇത് നോക്കണ്ട, ഇവനെയും നോക്കണ്ട, ഇവനെയും നോക്കണ്ട. രണ്ടാമത്തെ ആൾക്കാരെ മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തെ ആൾക്കാരിൽ എല്ലാവർക്കും ഒരു റിലേഷൻ മാത്രം ഉള്ളുവെങ്കിൽ 1-1, അല്ലെങ്കിൽ ഓൺ ടു, അല്ല അല്ലെങ്കിൽ മെനി വൺ. എന്താണ് എല്ലാവർക്കും ഒരു റിലേഷൻ മാത്രമേ ഉള്ളുവെങ്കിൽ, ഒരു റിലേഷൻ മാത്രമേ ഉള്ളുവെങ്കിൽ, ഒരു റിലേഷൻ മാത്രമേ ഉള്ളുവെങ്കിൽ 1-1, അല്ലെങ്കിൽ മെനി വൺ. ശ്രദ്ധിച്ചോ, രണ്ടാമത്തെ സെറ്റ് 1-ന് ഒരെണ്ണമുള്ളൂ, 2-ന് ഒരെണ്ണമുള്ളൂ, 3-ന് ഒരെണ്ണമുള്ളൂ, 4-ന് ഒരെണ്ണമുള്ളൂ, എല്ലാവർക്കും ഒരെണ്ണമുള്ളൂ. അപ്പം ഇതെന്താണ് 1-1. സിമ്പിൾ. ഇവിടെ നോക്ക്, 1-ന് 2 എണ്ണം ഉണ്ട്, 2-ന് ഒരെണ്ണം, 3-ന് ഒരെണ്ണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരാൾ വെറുതെ ഇരിക്കുക, അതൊന്നും നമ്മുടെ വിഷയമല്ല. എല്ലാവർക്കും ഒരെണ്ണം ഉള്ളൂ എന്ന് നോക്കണം. അത് ഇവന് 2 എണ്ണം ഉണ്ട്, അപ്പോൾ 1-1 ആണോ? അല്ല. അപ്പം ഇവൻ ആരാവും? ഇവൻ മെനി വൺ ആവും. മെനി വൺ, അതായത് കുറേ പേരുണ്ട്, മെനി ഉണ്ട്, അതുകൊണ്ട് മെനി വൺ ആവും. ഇവിടെ എല്ലാവർക്കും ഒരേന്നെ 1-1. ഓക്കെ അല്ലേ? ഇവിടെ നോക്ക്, 1-ന് ഒരെണ്ണം, 2-ന് ഒരെണ്ണം, 3-ന് ഒരെണ്ണം, 4-ന് ഒരെണ്ണം, ഒരേന്നല്ലേ എല്ലാവർക്കും. അപ്പോൾ 1-1. ശ്രദ്ധിച്ചോ, സിമ്പിൾ. അടുത്തവനെ നോക്ക്, ദേ 4-ന് തന്നെ കുറേ എണ്ണം. അപ്പോൾ ഇതെന്താണ് 1-1 ആണോ? അല്ല, മെനി വൺ. എന്താണ് മെനി വൺ. സിമ്പിൾ. അടുത്തത് നോക്ക്, 2-ന് ഒരെണ്ണം, 3-ന് ഒരെണ്ണം, 4-ന് 2 എണ്ണം. അപ്പോൾ 1-1 ആണോ? അല്ല, മെനി വൺ. ഓക്കെ ആയില്ലേ? 1-1 നോക്കേണ്ട മനസ്സിലായല്ലോ. രണ്ടാമത്തെ സെറ്റിലെ എല്ലാവർക്കും ഒരെണ്ണേ ഉള്ളൂവെങ്കിൽ അതെന്താണ് 1-1. ഇനി അടുത്തത് ഓൺ ടു ആണോ നോക്കാൻ പോവുകയാണ്. ഓൺ ടു ആണോ നോക്കാൻ രണ്ടാമത്തെ സെറ്റ് തന്നെയാണ് നോക്കേണ്ടത്. എല്ലാവർക്കും റിലേഷൻ ഉണ്ടെങ്കിൽ ഓൺ ടു, ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വെറുതെ നിൽക്കണമെങ്കിൽ ഇൻ ടു. എല്ലാവർക്കും ഉണ്ടോ നോക്കണം. രണ്ടാമത്തത് 1, 2, 3, 4 എല്ലാവരും റിലേഷനിലാണ്, അതുകൊണ്ട് ഓൺ ടു. ഇനി നോക്ക്, എല്ലാവരും റിലേഷനിലാണോ? 1-നുണ്ട്, 2-നുണ്ട്, 3-നുണ്ട്. ഇവനില്ലടാ, ഇവൻ പ്രശ്നക്കാരനായി പോയി, അവനില്ല. അപ്പം എന്താണ്? അവന് റിലേഷൻ ഇല്ല, അതുകൊണ്ട് അവൻ എന്താണ്? അവൻ ഓൺ ടു അല്ല, അവൻ ഇൻ ടു ആണ്. അടുത്തത് നോക്ക്, 1-നുണ്ട്, 2-നുണ്ട്, 3-നുണ്ട്, 4-നുണ്ട്. 5-നില്ല. രണ്ടാമത്തെ സെറ്റ് മാത്രം നോക്കിയാൽ മതി കേട്ടാ. 5-നില്ലാത്തത് കൊണ്ട് അതെന്താണ്? അത് ഇൻ ടു ആണ്. സിമ്പിൾ. ദേ 4-നുണ്ട്, പക്ഷെ 5-നില്ല. 5 ഇവിടെയും പ്രശ്നക്കാരനാണ്, അവനില്ലടാ, അവൻ ഇൻ ടു ആണ്. നോക്ക്, 2-നുണ്ട്, 3-നുണ്ട്, 4-നുണ്ട്, എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് എന്താണ്? ഓൺ ടു ആണ്. അപ്പോൾ ക്ലിയർ ആയില്ലടാ? സിമ്പിൾ. 1-1 ആണെന്ന് നോക്കാൻ എല്ലാവർക്കും ഒരെണ്ണം വന്നാൽ 1-1, എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ വന്നാൽ മെനി വൺ, എല്ലാവർക്കും വന്നാൽ ഓൺ ടു, ആരെങ്കിലും ഒരാൾ വെറുതെ നിന്നാൽ ഇൻ ടു. സിമ്പിൾ പരിപാടിയല്ലേ? ഇനി ഇങ്ങനെ തരുന്നതിന് പകരം ചിലപ്പോൾ ഒരു റിലേഷൻ ഇങ്ങനെ തരാം, ഒരു ഫംഗ്ഷൻ ഇങ്ങനെ തരാം. എന്താണ്? എഫ് ഈക്വൽ ടു എന്താണത്? 2, 3
2 5 3 5 3 6 ഇങ്ങനെ ഒരു റിലേഷൻ തന്നെന്ന് വിചാരിച്ചു. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2 3യിൽ നിന്നും എന്താണ് 3 4 5 6ലേക്കാണ്. കേട്ടല്ലോ, റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടാണ്. ഇത് 1 1 ആണോ 1 2 ആണോ ഇവിടെ നോക്കി പറയാൻ എളുപ്പമായിരുന്നല്ലേ. ഇത് 1 1 ആണോ 1 2 ആണോ എന്ന് പറഞ്ഞ്, ഇത് 1 1 ആണോ 1 2 ആണോ എന്ന് വേഗം പറഞ്ഞ്. സിമ്പിളാണ്. നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു റിലേഷനേ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താണ്? രണ്ടാമത്തെ ആളെ നോക്കിയാൽ മതി. ഇവിടെയും രണ്ടാമത്തെ ആളെ ആരെങ്കിലുമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെനി വൺ. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, അതുകൊണ്ട് അതെന്താണ്? മെനി വൺ. അതായത് 5ന് 2 റിലേഷൻ ഉണ്ടെന്നല്ലേ, അതുകൊണ്ട് അത് മെനി വൺ. ഇനി രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവരും വന്നോ നോക്ക്. 3 വന്നു, 4 4 4 വന്നില്ല, അതുകൊണ്ട് അതെന്താണ്? ഇൻറ്റു. രണ്ടാമത്തെ സെറ്റിലെ എല്ലാവരും വരണം രണ്ടാമത്. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് തന്നെ വരണം, രണ്ടാമത്തെ സെറ്റ് തന്നെ നോക്കുക. എല്ലാവർക്കും റിലേഷൻ ഉണ്ടെങ്കിൽ ഓൺ ടു, ആരെങ്കിലും ഒരാളില്ലെങ്കിൽ ഇൻറ്റു. 4 ഇല്ല, അതുകൊണ്ട് ഇൻറ്റു. എല്ലാവർക്കും ഓരോന്നോ വന്നാൽ 1 1, ആരെങ്കിലും ഒരാൾ റിപ്പീറ്റ് ചെയ്താൽ മെനി വൺ. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. മറ്റതിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ പറഞ്ഞു എടാ 1 1 ഫംഗ്ഷനും ഉണ്ട്, എന്ത് പറഞ്ഞു? ഓൺ ടു ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ അല്ലേ? എടാ 1 1 അല്ലെങ്കിൽ എന്താകുമെന്നാണ് പറഞ്ഞത്? മെനി വൺ അല്ലേ? ഓൺ ടു അല്ലെങ്കിൽ എന്താകുമെന്നാണ് പറഞ്ഞത്? ഇൻടു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 1 ഫംഗ്ഷന് വേറൊരു പേരുണ്ട്, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ്? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷന് വേറൊരു പേരുണ്ട്, സർജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ്? സർജക്റ്റീവ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ 1 1ഉം ഓൺ ടുവും ആണെങ്കിൽ, ശ്രദ്ധിച്ചോളണം, ഒരു ഫംഗ്ഷൻ 1 1ഉം ഓൺ ടുവും ആണെങ്കിൽ ആ ഫംഗ്ഷനെ പറയുന്ന പേരാണെന്ത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്തായിരിക്കണം? 1 1ഉം ആയിരിക്കണം, ഓൺ ടുവും ആയിരിക്കണം. എന്താണ്? ഒരു ഫംഗ്ഷൻ 1 1ഉമാണ് ഓൺ ടുവും ആണെങ്കിൽ അതെന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മുടെ ഇക്വലൻസ് റിലേഷൻ പോലെ, റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണെങ്കിൽ ഇക്വലൻസ്, 1 1ഉം ഓൺ ടുവും ആണെങ്കിൽ ബൈജക്റ്റീവ്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ബൈജക്റ്റീവ് എന്ന് നോക്കിയേ. ഇതേടാ, ഇവൻ 1 1ഉം ഓൺ ടു ആണ്, ബൈജക്റ്റീവ്. ഇത് മെനി വണ്ണും ഇൻറ്റു ആണ്, ബൈജക്റ്റീവ് ആണോ? അല്ല. ഇവൻ 1 1ഉം ഇൻറ്റു ആണ്, ബൈജക്റ്റീവ് ആണോ? മെനി വണ്ണും ഇൻറ്റു ആണ്, ബൈജക്റ്റീവ് ആണോ? മെനി വണ്ണും ഓൺ ടു ആണ്, ബൈജക്റ്റീവ് ആണോ? അല്ല. 1 1ഉം ഓൺ ടുവും വന്നാൽ അതെന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇവൻ ആരാണ്? ഇവൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. സിമ്പിൾ അല്ലേ? സിമ്പിൾ, വളരെ സിമ്പിൾ. അപ്പോൾ അടുത്തത് എടാ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു ഗ്രാഫ് നോക്കി 1 1 ആണോ ഓൺ ടു ആണോ എന്ന് പറയാനുള്ള ചോദ്യം. എന്താണ്? ഗ്രാഫ് നോക്കി 1 1 ആണോ ഓൺ ടു ആണോ എന്ന് പറയണം. ശ്രദ്ധിച്ചോളണം. എടാ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയേ. 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എക്സ് ആക്സിസിന് പാരലായി ഒരു ലൈൻ വരച്ച് നോക്കിയാൽ മതി. എന്താണ്? എക്സ് ആക്സിസിന് പാരലായി ഒരു ലൈൻ വരച്ച് നോക്കണം. എക്സ് ആക്സിസിന് പാരലായി ലൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇവിടെ ശ്രദ്ധിച്ചോട്ടാ. എക്സ് ആക്സിസിന് പാരലായി ഞാൻ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഇതല്ലേ എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലായിട്ട് ഞാൻ ലൈൻ വരയ്ക്കുവാണ്, വരച്ചു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളെങ്കിൽ നോക്കിയോ, എവിടെ വരച്ചാലും ഒരു പോയിന്റിലല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ. എവിടെ വരച്ചാലും ഒരു പോയിന്റിലല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ, ഒരു പോയിന്റിലല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ. എവിടെ എക്സ് ആക്സിന് പാരലായിട്ട് ലൈൻ വരച്ചാലും ഒരു പോയിന്റിലേ ടച്ച് ചെയ്യാവുള്ളൂ. ഒരു പോയിന്റിൽ ടച്ച് ചെയ്താൽ 1 1. ഇനി പല പോയിന്റിൽ ടച്ച് ചെയ്താലോ, അത് ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലായിട്ട് ഞാൻ ലൈൻ വരച്ചു, ഇതേ 2 പോയിന്റിൽ ടച്ച് ചെയ്തു. ഇവിടെ വരച്ചു, 2 പോയിന്റിൽ ടച്ച് ചെയ്തു. അപ്പോൾ ഒരു പോയിന്റിൽ ടച്ച് ചെയ്താൽ 1 1, പല പോയിന്റിൽ ടച്ച് ചെയ്താൽ മെനി വൺ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയത് എക്സ് ആക്സിന് പാരലായിട്ട് എവിടെ വരച്ചാലും ഇവിടെ ഒരു പോയിന്റിലേ ടച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇവൻ ആരാടാ? ഇവൻ 1 1. സിമ്പിൾ. ഇനി ഇവിടെ നോക്കടാ, എക്സ് ആക്സിന് പാരലായിട്ട് എവിടെ വരച്ചാലും 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്, പല പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവൻ ആരാടാ? ഇവൻ ആരാടാ? മെനി വൺ. മെനി വൺ. കേട്ടല്ലോ? അപ്പോൾ 1 1ഉം 1 1 നോക്കേണ്ട മനസ്സിലായല്ലോ. എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക, ഒരിടത്ത് മാത്രം ടച്ച് ചെയ്താൽ അതെന്താണ്? 1 1. ഇനി ഓൺ ടു നോക്കാൻ സിമ്പിളാണ്. ഓൺ ടു നോക്കാൻ സിമ്പിളാണ്. വൈ ആക്സിസ് നോക്കുക. വൈ ആക്സിസ് ഇവിടെ നോക്ക്. വൈ ആക്സിസ് ഏതാണ്? വൈ ആക്സിസ് ഏതാണ്? വൈ ആക്സിസ് ഇതല്ലേ വൈ ആക്സിസ്, ഇതല്ലേ വൈ ആക്സിസ്.
ഈ വൈ ആക്സിസിനെ മുഴുവനായിട്ടും ഗ്രാഫ് കവർ ചെയ്തിട്ടുണ്ടോ നോക്കുക. അതായത് വൈ ആക്സിസിൻ്റെ എല്ലായിടത്തും ഗ്രാഫ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസിൻ്റെ ഇവിടെയുണ്ട്, 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 എവിടെയുണ്ടെങ്കിലും ഗ്രാഫ് ഉണ്ട് അല്ലേ? അങ്ങനെ വൈ ആക്സിസിൻ്റെ എല്ലായിടത്തും ഗ്രാഫ് കവർ ചെയ്താൽ ഓൺ ടു. എവിടെയെങ്കിലും കവർ ചെയ്തില്ലെങ്കിലും ഇവിടെ നോക്ക്, ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഗ്രാഫ്. വൈ ആക്സിസിൻ്റെ ഇവിടെയൊക്കെ ഗ്രാഫ് ഉണ്ട്, ഇവിടെ എല്ലായിടത്തും ഗ്രാഫ് ഉണ്ട്. പക്ഷേ വൈ ആക്സിസിൻ്റെ ഈ താഴത്തെ ഭാഗത്ത് എവിടെയെങ്കിലും ഗ്രാഫ് ഉണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഗ്രാഫ് ഉണ്ടോ? ഇല്ല. വൈ ആക്സിസിനെ ഫുള്ള് കവർ ചെയ്താൽ ഓൺ ടു, ഫുള്ള് കവർ ചെയ്തില്ലെങ്കിൽ ഇൻ ടു. അപ്പോൾ ഇത് വൈ ആക്സിസിനെ ഫുള്ള് കവർ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് ഇതെന്താണ്? ഓൺ ടു. ഇത് ഫുള്ള് കവർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഈ താഴത്തെ ഭാഗത്തൊന്നുമില്ല, അതുകൊണ്ട് ഇൻ ടു. സിമ്പിൾ. ഇങ്ങനെയാണ് ഗ്രാഫ് നോക്കി പറയേണ്ടത്. ഈ എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളെങ്കിൽ 1 1, പല പോയിന്റിൽ ടച്ച് ചെയ്താൽ മെനി 1. ഇനി വൈ ആക്സിസിനെ ഫുള്ള് കവർ ചെയ്താൽ ഓൺ ടു, വൈ ആക്സിസിനെ ഫുള്ള് കവർ ചെയ്തില്ലെങ്കിൽ ഇൻ ടു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇവിടെ പിന്നെ ചില സമയങ്ങളിൽ ചോദ്യം ഇങ്ങനെ ചോദിക്കാം. ഇവിടെ നോക്കിയോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x+3 ഒരു ഫംഗ്ഷൻ ഇങ്ങനെ തന്നു. ഇത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് നോക്കണം. നാച്ചുറൽ നമ്പറിലാണ്. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 2 എണ്ണം ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് 1 1 ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എടാ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ലേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് 5x+3 ആണ്. ഇതിൻ്റെ എഫ് ഓഫ് x1 കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് വരും ഇവിടെ? എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്നിടത്തേക്ക് x1 ഇടുക, 5x1+3. ഇനി അടുത്തത് എഫ് ഓഫ് x2 കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കൂടാ? എക്സ് കാണുന്നിടത്തൊക്കെ x2 ഇടുക, അപ്പോൾ 5x2+3. എന്നിട്ട് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ഇക്വേറ്റ് ചെയ്യുക. എഫ് ഓഫ് x2ഉം ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 5x+1+3 ഈക്വൽ ടു എന്ത് കിട്ടും? 5x2+3 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, ഈ 3 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് -3 ആവും. അപ്പോൾ 3 - 3 0 ആയി പോകില്ലേ? അപ്പോൾ ഈ +3യും +3യും എനിക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ എന്ത് വന്നു? 5x1 ഈക്വൽ ടു 5x2. ഇനി 5 ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു, ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 5ഉം 5ഉം ക്യാൻസലായി പോകില്ലേ? ക്യാൻസലായി പോകും. അപ്പോൾ ഞാൻ ആ 5 ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്ത് കളയുവാണ്. അപ്പോൾ എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. നോക്ക്, നമ്മളിവിടെ ചെയ്തു തുടങ്ങിയത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നാണ്. എന്നിട്ട് നമുക്ക് ഉത്തരമായിട്ട് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിയാൽ അതെന്താണ്? 1 1. കിട്ടിയില്ലെങ്കിൽ മെനി 1. ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടി, അതുകൊണ്ട് ഇതെന്ത് ഫംഗ്ഷനാണ്? 1 1. എന്താണ്? 1 1. ശ്രദ്ധിച്ചോളേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ കിട്ടിയത് കൊണ്ട് 1 1, ഇല്ലെങ്കിൽ എന്താണ്? 1 1 അല്ല. ഇനി അടുത്തത് ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x+3. ഈ എഫ് ഓഫ് എക്സിനെ നമ്മൾ y എന്ന് വിളിക്കും. y ഈക്വൽ ടു 5x+3. ശ്രദ്ധിച്ചിരിക്കണേ. ഇനി ഓർത്തിരിക്കണം, നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങോട്ടായിരുന്നു? നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ്. അതൊന്ന് ഓർത്തിരുന്നോളാം കേട്ടല്ലോ. എന്നിട്ട് ഇവിടെ y ഈക്വൽ ടു എന്ന് പറഞ്ഞല്ലേ എഴുതിയേക്കുന്നത്, ഇതൊക്കെ നമ്മൾ തിരിക്കും. ഇതിനെ x ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി എഴുതും. അപ്പോൾ ഈ 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? y - 3 ഈക്വൽ ടു 5x. ഈ +3 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ -3 എന്താണ്? ഇനി x ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ ഈ 5 ഇപ്പുറത്തേക്ക് പോരണം അല്ലേ? അപ്പോൾ y - 3 x ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണ്, ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ടു എത്രയാണ്? x. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടിയടാ? x ഈക്വൽ ടു y - 3/5. ഓക്കെ അല്ലേ? അപ്പോൾ y ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ സാധനത്തിനെ നമ്മൾ x ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതണം. ഇത്രയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടല്ലോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ്. ഇത് നമ്മൾ തിരിച്ചില്ലടാ. y ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതിയേക്കുന്നത് x ഈക്വൽ ടു എന്നും പറഞ്ഞാക്കി. അപ്പോൾ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് പറയുന്നത് പകരം ഇത് തിരിഞ്ഞ് നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് വരും. അതായത് തിരിച്ച് ആ ഈ റിലേഷൻ. ഓക്കെ അല്ലേ? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. വൈക്ക് പകരം ശ്രദ്ധിച്ചോളണം, വൈക്ക് പകരം ഇവിടുന്ന് ഈ എലമെൻറ്റിൽ നിന്നും ഈ സെറ്റിൽ നിന്നും എലമെൻ്റ് എടുത്ത് വൈക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉത്തരം ഈ സെറ്റിൽ കിട്ടണം. കിട്ടുമോ? ഒന്ന് നോക്കിയേ. സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയുവാണ്. നമ്മൾ 8 എന്ന് പറയുന്ന എലമെൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. 8 ഈ നാച്ചുറൽ നമ്പറിൽ വരുന്നതല്ലേ? അപ്പോൾ 8 - 3 എത്ര വരും? താഴെ 5 അല്ലേ? 8 - 3/5 അല്ലേ? 8 - 3 എത്രയാണ്? 5. 5/5 ആൻസർ എത്ര കിട്ടി? 1. 1 നാച്ചുറൽ നമ്പറിലുള്ളതല്ലേ?
ഉള്ളതാണ്. പക്ഷേ നാച്ചുറൽ നമ്പറിൽ ഏതിട്ട് കൊടുത്താലും നാച്ചുറൽ നമ്പറിൽ കിട്ടണുണ്ടോ നോക്കണം. നാച്ചുറൽ നമ്പർ 1 അല്ലേ, 1 ഞാൻ ഇട്ട് കൊടുക്കുവാടാ. അപ്പോൾ 1 - 3/5, അപ്പോൾ -2/5. ഇത് നാച്ചുറൽ നമ്പറിൽ ഉള്ളതാണോടാ? അല്ല. അങ്ങനെ എല്ലാ എലമെൻറ്റും കിട്ടിയാൽ മാത്രമേ ഓൺ ടു ആവുള്ളൂ. ഇതപ്പോൾ ഓൺ ടു ആണോ? അല്ല, ഇത് ഇൻടു. കേട്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഈ മോഡൽ കൂടി പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എടാ, ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ പോർഷൻസ് കൂടിയുണ്ട്. കോമ്പോസിഷൻ്റെ തിയറി പോർഷനിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാം എന്നാണ് പറഞ്ഞു തരുന്നത്. സിമ്പിളാണ്. അതായത് എടാ, 2 ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അതായത് f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്, g(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്. ഇത് രണ്ടെണ്ണം കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക ഇതുപോലെ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഏത്? കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ കോമ്പോസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 2 ഫംഗ്ഷൻ്റെയും കോമ്പോസിഷൻ 2 രീതിയിലെടുക്കാം. ഒന്ന് FOG കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ GOF കണ്ടുപിടിക്കാം. ഇത് ഈ O എന്ന് എഴുതിയേക്കുന്നതാണ് കോമ്പോസിഷൻ എന്ന് വായിക്കേണ്ടത്. F കോമ്പോസിഷൻ G കോമ്പോസിഷൻ F. കേട്ടല്ലോ, ഇത് രണ്ടും കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇതിനൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ F കോമ്പോസിഷൻ G എന്ന് പറഞ്ഞാൽ അത് F(g(x) ആണ് എന്ന് പറഞ്ഞാൽ F ഉള്ളിലേക്ക് Gക്ക് g(x) എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താണ്? G കോമ്പോസിഷൻ F എന്ന് പറഞ്ഞാൽ എന്താണ്? G(f(x) ആണ്. കേട്ടല്ലോ. ഇനി അത് വിട്ടുകളാം, മനസ്സിലായില്ലെങ്കിൽ അത് വിട്ടുകളഞ്ഞു. നമുക്ക് 2 ഫംഗ്ഷൻ തന്നെന്ന് വിചാരിച്ചോ. f(x) = x² g(x) എന്താണ്? ഒരു 5x. 2 ഫംഗ്ഷൻ ഇല്ലേ? നമ്മളോട് എന്താണ് ഇതിൻ്റെ F കോമ്പോസിഷൻ Gയും G കോമ്പോസിഷൻ Fഉം കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. എടാ, സിമ്പിളാണ്, ഇതേ ശ്രദ്ധിച്ചോളണേ. ആദ്യം ഞാൻ F കോമ്പോസിഷൻ G ആണ് കണ്ടുപിടിക്കുന്നത്. F കോമ്പോസിഷൻ Gനെ നമ്മൾ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്? F(g(x) എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ അർത്ഥം f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് എക്സിന് പകരം g(x) ഇട്ട് കൊടുക്കുക എന്നാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് g(x) ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. F കോമ്പോസിഷൻ G, F അല്ലേ ആദ്യം കിടക്കുന്ന ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ എടുത്ത് അങ്ങോട്ട് എഴുതുക. x² അല്ലേ, x². ഇനി ഇതിൻ്റെ അകത്ത് എക്സിന് പകരം രണ്ടാമത്തെ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. എന്താണ്? 5x. എക്സിന് പകരം എന്തിട്ട് കൊടുത്തു? 5x. ഇവിടെ x² ആണ്, എക്സിന് പകരം 5x² ഇട്ട് കൊടുത്തു. ഇതാണ് F കോമ്പോസിഷൻ G. ഇത് കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? 5ൻ്റെ സ്ക്വയർ 25, എക്സിൻ്റെ സ്ക്വയർ x². ഓക്കെ അല്ലേ? ഇതിൻ്റെ G കോമ്പോസിഷൻ F എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ നമുക്ക് വേണമെങ്കിൽ G(f(x) എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം g(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതി എക്സിന് പകരം f(x) ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ G ആണ്. അപ്പോൾ G എടുത്ത് എഴുതുക. എന്താണ്? 5x. എക്സിന് പകരം രണ്ടാമത്തെ ഫംഗ്ഷൻ F എടുത്തിട്ട് കൊടുക്കുക. F എന്താണ്? x². അപ്പോൾ എന്ത് കിട്ടും? 5 × എക്സിന് പകരം x². അപ്പോൾ 5x². ഇത്രേ ഉള്ളൂ G കോമ്പോസിഷൻ Fഉം F കോമ്പോസിഷൻ Gയും. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഓടിച്ച് പറയുന്നതല്ലാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ച് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കുക.